ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകൾ, അതായത് LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകളാണ് പറയാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ തെറ്റുകൾ ചെയ്തതുകൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടാതെ പോയ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ LBSൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് വരും. ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം രജിസ്റ്റർ ചെയ്യും. അതിൽ കഴിഞ്ഞ വർഷം പലർക്കും പറ്റിയ തെറ്റെന്ന് പറയുന്നത് വാലിഡിറ്റി കഴിഞ്ഞ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, തെറ്റായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ ചില കുട്ടികളുടെ പേര് ഡിഫറൻസ് ഉണ്ടാകും, ബർത്ത് സർട്ടിഫിക്കറ്റിലും അല്ലെങ്കിൽ വേറെ ഡോക്യുമെൻറ്റ്സിലും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും, അങ്ങനെ പോയത്. അതുപോലെ റിസർവേഷൻ കാറ്റഗറിയുള്ള സ്റ്റുഡൻസ് റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല. അങ്ങനെ റിസർവേഷൻ കിട്ടാതെ അഡ്മിഷൻ കിട്ടാതെ പോയ പല കുട്ടികളും ഉണ്ട്. റിസർവേഷൻ ഉള്ളവർക്ക് കുറച്ച് ഫീ റിഡക്ഷൻ വരുന്നുണ്ട്, ആ ഫീ റിഡക്ഷൻ കിട്ടാതെ പോയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഫുൾ മാർക്ക് മേടിച്ച ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. റീസൺ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് 300-ൽ 300 മാർക്കും ഉണ്ടായിരുന്നു. LBSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷേ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെടാത്തൊരു കോളേജായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി ടോക്കൺ ഫീസ് അടച്ചില്ല. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ LBSന്ന് ക്യാൻസൽ ചെയ്യും. തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതറിഞ്ഞൂടാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും നിങ്ങൾ ആദ്യം ടോക്കൺ ഫീസ് അടച്ചിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പരിഗണിക്കുകയുള്ളൂ. ഇനി ഈ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നെ ഉള്ളത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. ഇതിന് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കണം. പലരും പുതുതായിട്ട് ഓപ്ഷൻ വെക്കണമെന്നറിയില്ല. ഓൾറെഡി നമ്മൾ മുന്നേ ഓപ്ഷൻ വെച്ചല്ലോ എന്ന് വിചാരിച്ച് ഓപ്ഷൻ വെക്കാതെ പോയി. അങ്ങനെ പലർക്കും ഇതറിയാതെ അഡ്മിഷൻ കിട്ടാതെ പോയവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തെറ്റുകളൊന്നും ഈ വർഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കൂട്ടി ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇത്ര മാർക്കുണ്ട്, ഇന്ന സബ്ജക്റ്റ് ഇന്ന കോളേജിൽ കിട്ടുമോ എന്നുള്ളത്. അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം LBSൻ്റെ ഇതിൽ വരുമ്പോൾ റിസർവേഷൻ വരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ രീതികളാണ്. അതുകൊണ്ട് നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് എന്തായാലും സീറ്റ് ഉറപ്പാണ്. അതുപോലെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഗവൺമെൻറ് സീറ്റ് കിട്ടണമെന്ന് വിശ്വസിച്ച് പറയാനും നമുക്ക് സാധിക്കില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജസിൽ അതിനും മാത്രമുള്ള സീറ്റില്ല. അതുപോലെ ഗവൺമെൻറ് കോളേജസിൽ റിസർവേഷനുണ്ട്, ഇത്ര സീറ്റ് ഇത്ര കാറ്റഗറിക്ക് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജനറലിൽ ഫുൾ മാർക്ക് വാങ്ങിച്ച എല്ലാ കുട്ടികളെയും നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ പല കുട്ടികളും ഫീസ് റെഡിയാക്കി വെക്കില്ല. മാക്സിമം ഒരു 25,000 റുപ്പീസ് എങ്കിലും എല്ലാവരും റെഡിയാക്കി വെക്കുക. ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും നിങ്ങൾ അടയ്ക്കാൻ പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ പിന്നെ ആ കാശിന് വേണ്ടി കിടന്ന് ഓടുന്ന രീതിയിലാവരുത്. ടോക്കൺ ഫീസ് നേരത്തെ കൂട്ടി തന്നെ റെഡിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ സമയം തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ശരിയാണോ എന്ന് ആ ഒരു സമയത്ത് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാതെ പോയ ഒരുപാട് കുട്ടികളുണ്ട്. അതായത് ഇവർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ തെറ്റായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ സമയം തരും. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റ്സ് അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തെറ്റിപ്പോയതെന്നും അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തെറ്റിപ്പോയത് എഡിറ്റ് ചെയ്ത് ശരിയാക്കാനുള്ള സമയവും കഴിഞ്ഞു പോകും. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏതൊക്കെ കോളേജിലുണ്ടെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി നോക്കിയാൽ കിട്ടും. ഓരോ കോളേജിലെയും നമ്പേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിക്കുക. വിളിച്ച് ഇന്ന കോഴ്സ് ഇന്ന കോളേജിലുണ്ടെന്ന് മനസ്സിലാക്കി അതൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ബേസ് ചെയ്ത് ഏതാണ് ഇഷ്ടപ്പെട്ട കോളേജ്, അറിയുന്ന കോളേജ് ഏത്, ആ കോളേജ് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക. അങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഓപ്ഷൻസ് വെക്കാനുള്ള ഒരു ഓർഡർ റെഡിയാക്കുക. പലരും അങ്ങനെ ഒരു ഓർഡർ റെഡിയാക്കി വെക്കത്തില്ല. ആ സമയത്തായിരിക്കും പോയിട്ട് ആദ്യം ഗവൺമെൻറ് കൊടുക്കാം, പിന്നെ സെൽഫ് ഫിനാൻസും കൊടുക്കാം, പിന്നെ സിമറ്റ് കൊടുക്കാം. അങ്ങനെ ആകെ മൊത്തം അവിയൽ പരുവത്തിൽ ഓപ്ഷൻ വെക്കും. അവസാനം വിചാരിക്കണം, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിലാണ് വെച്ചത് 10ാമത്തെ ഓപ്ഷനാണ്, എനിക്ക് 8ാമത്തെ ഓപ്ഷൻ ഓൾറെഡി കിട്ടി. മാർക്കുള്ള കുട്ടികൾ ചെയ്യുന്ന അബദ്ധങ്ങളാണ് ഈ പറയുന്നത്. കാരണം ആദ്യം 8ാമത്തെ കോഴ്സ് വെച്ചു, അപ്പോൾ 10ാമത്തെ കോഴ്സ് ക്യാൻസലായി. നിങ്ങൾ മുന്നോട്ടല്ലേ നോക്കുന്നത്. നിങ്ങൾ ആദ്യം ഓപ്ഷൻ വെക്കുന്നത് നിങ്ങളുടെ ആ ഒരു കോളേജ് കിട്ടണമെന്നുള്ള പ്രയോറിറ്റിയിലല്ലേ നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചാൽ കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതും മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും
വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കേട്ടോ. അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം റെഡിയാക്കി വെക്കുക. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനും വേണ്ടി വരുന്നത്. ഇതെല്ലാം റെഡിയാക്കി വെക്കുക. അതിൻ്റെയൊക്കെ എക്സ്ട്രാ ഒരു 5 or 10 കോപ്പീസൊക്കെ എടുത്ത് വെക്കുക. പിന്നെ പലരും ചെയ്ത മറ്റൊരു തെറ്റെന്ന് പറയുന്നത് കോളേജിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് സ്കോളർഷിപ്പിനൊക്കെ നമുക്ക് പിന്നീട് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കോളേജസ് തരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കോപ്പി യൂസ് ചെയ്യണം. പലരും കോപ്പി എടുത്ത് വെക്കുന്നുണ്ടാകത്തില്ല. അതായത് ഒരു കുറച്ച് കൂടുതൽ കോപ്പികൾ എടുത്ത് വെക്കുക നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും. നിങ്ങൾക്ക് ഒരിടത്ത് കിട്ടിയ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫസ്റ്റ് ഇയറിലെ ഫീസ് അപ്പം തന്നെ അടയ്ക്കണം. അതിനൊരു സമയമൊന്നും അവർ അനുവദിച്ച് തരില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് കുറഞ്ഞ കുട്ടികളായാലും മാർക്കുള്ള കുട്ടികളായാലും 1 lakh ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് അടയ്ക്കേണ്ട ഫീസായിട്ട് വരുന്നത്. അത് റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിന് അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുള്ള സമയമുണ്ട്. അതൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് LBS വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഒന്നുകിൽ LBS വെബ്സൈറ്റൊക്കെ കറക്റ്റ് ടൈമിന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കുക. വെബ്സൈറ്റ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഗൂഗിളിൽ കയറിയിട്ട് LBS എന്ന് അടിച്ചാൽ മതി. നിങ്ങൾക്ക് LBSൽ ഫസ്റ്റ് വരുന്ന സൈറ്റ് തന്നെയാണ് LBSൻ്റെ വെബ്സൈറ്റ്. അതിൽ ഓരോ അലോട്ട്മെൻറ്റ് വന്നതും കഴിഞ്ഞതും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കും കേട്ടോ. ഉടനെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം 2026 ഫസ്റ്റായി നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ ആയപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ഓരോ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ഇയറിൽ ഒരു 22 അലോട്ട്മെൻറ്റുകൾ വരെ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സീറ്റ് ഫില്ലാവുന്നത് വരെയും അലോട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഓപ്ഷൻസ് വെക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. പ്രത്യേകിച്ച് OBC ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല മാർക്ക് കുറവുള്ള കുട്ടികളുണ്ടാകും. ആ കുട്ടികൾ ആദ്യമേ കയറി വലിയ കോളേജസിൽ, അതായത് ഓൾറെഡി ടോപ്പ് 5 കോളേജസ് എന്ന് പറയും പോലെയുള്ള കോളേജസിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓപ്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ വെക്കരുതെന്നല്ല, നിങ്ങൾ വെക്കാം നിങ്ങൾക്ക്. പക്ഷേ അല്ലാത്ത കോളേജസും കൂടി റെഡിയാക്കി വേണം വെക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട കോളേജൊക്കെ ആദ്യമേ നിങ്ങൾ കോളേജസിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങുക. അതായത് കോളേജിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും അറിയുന്നവരടുത്തൊക്കെ ചോദിച്ച് ഓരോ കോളേജിനെ പറ്റി അന്വേഷിച്ച് ആ കോളേജിൽ തന്നെ വിളിച്ച് ചോദിച്ച് അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് ചോദിച്ച് അതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇഷ്ടപ്പെട്ടത് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലാതെ അറിയുന്നവരെ വിളിച്ച് ചോദിച്ച് ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ BSc നഴ്സിംഗ് എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് പലർക്കും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പോലും BSc നഴ്സിംഗ് കിട്ടാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റിസർവേഷൻ തിരിച്ചു വരുമ്പോഴുള്ള ഒരു റീസണാണ്. അതായത് ഒരു കോളേജിൽ ഇത്ര സീറ്റ് ഇന്ന കാറ്റഗറിക്ക് വേണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിസർവേഷൻ ബേസ് ചെയ്തിട്ട് നല്ല മാർക്കുള്ള കുട്ടികൾക്കും BSc നഴ്സിംഗ് കിട്ടാതെ വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് BSc പാരാമെഡിക്കൽ അതിനോട്ടൊരു വാക്കൻസി അവർക്കുണ്ട്. അതുകൊണ്ട് നഴ്സിംഗേ വേണം എന്നുള്ള പല കുട്ടികളും ചെയ്ത വേറൊരു തെറ്റാണ് പാരാമെഡിക്കലിന് ഓപ്ഷൻസ് വെക്കാതിരിക്കുക. അവസാനം നഴ്സിങ്ങിന് കിട്ടിയില്ല, പാരാമെഡിക്കലിനും കിട്ടാതായിപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞ വർഷം നഴ്സിംഗ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കാൻ വന്നു. പിന്നെ കുറച്ച് നാളെ ഒരു 6 or 4 അലോട്ട്മെൻറ്റിലാണ് പാരാമെഡിക്കൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ നഴ്സിങ്ങിൻ്റെ താഴെ വന്നുകൊണ്ട് പലരും അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറ്റിയിട്ടുണ്ട്. പല അപ്ഡേറ്റ്സും പല ഇയറിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റ്സ് കറക്റ്റ് സമയത്ത് അറിയാം. ചിലപ്പോൾ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സും കൂടെ ഒരുമിച്ചായിരിക്കും വെക്കാൻ പറ്റുന്നത്, ചിലപ്പോൾ രണ്ടായിട്ടായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റൊക്കെ മുന്നോട്ട് LBS വെബ്സൈറ്റിൽ നിന്ന് നമ്മളെ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ കൂട്ടി തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.